അങ്ങനെ പലിശ വാങ്ങുന്ന അത്ര നല്ലതല്ല കനകം. പലിശയെ കുറിച്ച് നിങ്ങൾ വലിയ വർത്താനം പറയണ്ട. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് കിട്ടിയത് പലിശ വഴിയാ. ഇപ്പൊ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മരുന്നും ഭക്ഷണവും ഒക്കെ കൃത്യമായിട്ട് തന്നെ കഴിക്കുന്നുണ്ടല്ലോ അല്ലെ? എന്റെ മോൻ തരുന്ന മരുന്നൊക്കെ കൃത്യമായി കഴിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുക. എന്നെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഗിഫ്റ്റ് ഒന്നല്ല, ഇത് നിങ്ങളുടെ ചെയിനാണ്. എന്നെ കാണുമ്പോ ഒരു അത്യാഗ്രഹിയെ പോലെ തോന്നുന്നുണ്ടോ നിങ്ങക്ക്? ഇത് നിങ്ങളുടെ ചെയിനാ, വാങ്ങിക്കാൻ നോക്ക്. അതുകൊള്ള എന്റേതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്തിനാ എന്നെ നിർബന്ധിക്കുന്നേ? ഈ അമ്മ എവിടെയാന്ന് കാണുന്നില്ലല്ലോ. ഇത്രയും വലിയ മണ്ഡപത്തിൽ എവിടെ പോയി തപ്പാനാ? ഒരിടത്ത് അടങ്ങിയിരിക്കില്ലല്ലോ ഭഗവാനെ. അയ്യോ, ഇവരോ? എന്റെ അമ്മ. എന്താണടാ ഷൺമുഖ, ഒരു തുമ്പിക്കൈ ഫിറ്റ് ചെയ്ത് വെച്ചാ നിനക്കും ദിദിനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഒരാനയുടെ അത്ര ഉണ്ടല്ലോടാ. അപ്പൊ പിന്നെ ഈ ആനയുടെ അടുത്ത് വന്നിരുന്ന നിന്നെ കാണില്ലാന്ന് വെച്ചോ? എടാ, എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? വിചാരിച്ച പോലുമില്ല ചേച്ചി. അമ്മയാണേ സത്യം. ഞാൻ വേണമെന്ന് വിചാരിച്ച് പലിശ അടക്കാത്തതല്ല. കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടത്തിലാ. കയ്യിൽ ഇപ്പൊ 5 പൈസ ഇല്ല. കുറച്ച് കാശ് വരാനുണ്ട്. അത് കിട്ടിയ ഉടനെ മുതലും പലിശയും തന്നേക്കാം. അതേ, മുതലും പലിശയും തരാതെ നീ എന്താടി കഥ പറഞ്ഞോണ്ടിരിക്കുന്നെ? എനിക്ക് വേണ്ടത് നിന്റെ കഥയൊന്നുമല്ല, എന്റെ കാശാണ്. എന്റെ ചേച്ചി, സത്യമായിട്ടും തന്നേക്കാം ചേച്ചി. ഇപ്പൊ ശരിക്കും കാശ് ഇല്ലാത്തതുകൊണ്ടല്ലേ, കുറച്ച് കഷ്ടത്തിലാ, അതുകൊണ്ടാ. പ്ലീസ് ചേച്ചി, ഒന്ന് മനസ്സിലാക്കി ചേച്ചി. 2-3 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഞാൻ കാശ് സംഘടിപ്പിച്ച് തന്നേക്കാം. പാവത്തെ പോലെ മുഖം വെച്ചോണ്ടിരുന്ന ഞാൻ അങ്ങ് വിശ്വസിക്കൂന്ന് കരുതിയോ നീ? നിന്നെയൊക്കെ വിശ്വസിക്കാനും മാത്രം ഒരു പൊട്ടിയല്ലടാ ഞാൻ. ഇത് കനകരത്നം. കാശെടുക്കടാ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക ചേച്ചി. സത്യമായിട്ടും കാശ് ഇല്ലാത്തോണ്ടാ. അല്ല, എന്താടാ നിന്റെ കഴുത്തിനൊരു വീക്കം? അത് പിന്നെ കഴുത്തേ ഞാൻ കുറച്ച് തടി വെച്ചേ, അതാ. അതുകൊണ്ട് ചേച്ചിക്ക് തോന്നിയതായിരിക്കും. എടാ, ആ മാലങ്ങൂര്. അയ്യോ ചേച്ചി, ഇത് റോൾഡ് ഗോൾഡാ, അല്ലാതെ സ്വർണ്ണമൊന്നുമല്ല. എടാ, ഈ കനകരത്നം ഒന്ന് നോക്കിയാ അത് പിത്തളയാണോ സ്വർണ്ണാണോ എന്ന് അപ്പ തന്നെ പറയും. ആ മാലങ്ങൂര്. എന്റെ ചേച്ചി, ഇത് ശരിക്കും സ്വർണ്ണമല്ലേ ചേച്ചി? ചേച്ചി ചേച്ചി കൊണ്ടുപോലെ ചേച്ചി. ചേച്ചി പ്ലീസ് ചേച്ചി, അതെന്റെ കൂട്ടുകാരനെ ചേച്ചി കല്യാണത്തിന് വന്നപ്പോ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാ ചേച്ചി. പ്ലീസ് ചേച്ചി കൊണ്ടുപോലെ ചേച്ചി. ചേച്ചി കല്യാണമൊക്കെ ആയതുകൊണ്ട് ഞാൻ അവന്റെ കാല് പിടിച്ച് വാങ്ങിച്ചോണ്ട് വന്നതാ ചേച്ചി. കൊണ്ടുപോലെ ചേച്ചി. ചേച്ചി ഒന്ന് തിരിച്ചാ. ഇത് തൽക്കാലം എന്റെ കയ്യിലിരിക്കട്ടെ. മാല വേണമെങ്കില് മുതലും പലിശയും തന്ന് എടുത്തോണ്ട് പോക്കോളൂ. ചേച്ചി, ഈ മാലയുടെ വില ഞാൻ തരാനുള്ള മുതലിനും കൂടുതലാ. നീ വീട്ടിലോട്ട് വാ, മുതലും പലിശ എത്രയുണ്ടെന്ന് ഞാൻ പറയാം. അയ്യോ, അങ്ങനെ പറയല്ലേ ചേച്ചി. പ്ലീസ് ചേച്ചി. ചേച്ചി പ്ലീസ് ചേച്ചി. ചേച്ചി, ഷേ, ഇന്ന് ആരെയാണോ കണി കണ്ടേ? തള്ളയുടെ മുമ്പിൽ തന്നെ വന്ന് പെട്ടല്ലോ കോപ്പ്. ഷേ, അയ്യോ, എന്തിനാ നിങ്ങള് ഇവരെ ഇപ്പൊ അടിച്ചത്? പിന്നെ അടിക്കാതെ. ഇത്ര വില കൂടി എന്റെ പട്ടുസാരിയില് മഞ്ഞള് മുഴുവൻ വാരി തേച്ചിട്ട് ആന പോലെ ഇരുന്നിട്ട് നിനക്ക് കണ്ണു കാണുന്നില്ലല്ലോ. വന്നപ്പോ തുടങ്ങി ഞാൻ ശ്രദ്ധിക്കുക, എന്റെ മെക്കെട്ട് കയറാൻ ഏത് നേരം നടക്കുന്നത്. എടി,
മര്യാദയ്ക്ക് കാശെടുത്തോ. എന്റെ സാരിയുടെ വില കിട്ടണം എനിക്ക്. എന്റെ ചേച്ചി, കറ കഴുകി കളഞ്ഞാ പോകുമല്ലോ. ഇത് മഞ്ഞളല്ലേ? അത് മാത്രമല്ല, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, മഞ്ഞൾ ദേഹത്ത് വീണാ നല്ലതാ. അതിന് ഇവരോട് എന്തിനാ കാശ് ചോദിക്കുന്നേ? ഇതൊന്നും അത്ര നല്ലതല്ല. ഇനി ഒരുപക്ഷെ ഇവര് തെറ്റ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് ഇവരെ ഇങ്ങനെ അടിച്ചാൽ എങ്ങനെയാ? അടിക്കല്ല വേണ്ടത്, അവളെ കൊന്നുകളയണം. എന്റെ സാരിയുടെ വില 25,000. അറിയോ നിനക്ക്? ഇവൾക്ക് എങ്ങനെ അറിയാനാ? എടി, കാശെടുക്കടി, മര്യാദക്ക് എടുത്തോ. ചേച്ചി, ആദ്യം നിങ്ങൾ അടിച്ചതിന് സമാധാനം പറയും. അടിയും കൊടുത്തിട്ട് ഇപ്പൊ പൈസ ചോദിക്കുകയാണോ നിങ്ങള്? നിങ്ങൾ എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ, മറുപടി പറയേ. തെറ്റെന്റെ ഭാഗത്താ, വഴക്കൊന്നും വേണ്ട. എന്നോട് ക്ഷമിക്കണം. നിന്നോട് എങ്ങനെ ക്ഷമിക്കാനടി? മര്യാദയ്ക്ക് കാശെടുക്ക. ചേച്ചി, ചേച്ചി പോയിട്ടെ ഒത്തുതീർപ്പാക്കാൻ കുറച്ചുപേരെ വിളിച്ചോണ്ട് വാ. നിങ്ങൾ ഇവരെ കൈനീട്ടി അടിച്ച എന്തായാലും ശരിയായില്ല. അവരെന്താ പറയുന്നതെന്ന് കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ചേച്ചി അടിച്ചിട്ട് പൈസ ചോദിക്കുന്നത് ശരിയാണോന്ന് അറിയാലോ. വേലയും കൂലി ഇല്ലാത്ത ഈ നാട്ടിലെ ഒരുപാട് പേരുണ്ടാവും ഒത്തുതീർപ്പിന് വരാനായിട്ട്. അവരിവിടെ വന്നിട്ട് എന്തുണ്ടാക്കൂന്നാ? ഇവളെയൊക്കെ എന്താ ചെയ്യണ്ടേന്നറിയോ? ചേച്ചി, അവരെ കണ്ടിട്ട് ഭയങ്കര അഹങ്കാരിയാണെന്നാ തോന്നുന്നു. എല്ലായിടത്തും ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ചേച്ചി പോവാൻ നോക്കും. അമ്മ, എന്താ അമ്മ ഇതൊക്കെ? അവരമ്മയെ അടിച്ചപ്പോ എന്താ നോക്കിക്കൊണ്ട് നിന്നേ? ശരി, ഇപ്പൊ തന്നെ ഞാൻ ഗീതയോട് പോയി പറയാം. ഇതുപോലെയുള്ള ആൾക്കാർക്ക് അവളെ പറ്റൂ. വേണ്ട മോളെ, അവളോട് പറയരുത്. പറയാതിരുന്ന എങ്ങനെയാ അമ്മ? അമ്മയുടെ മുഖത്തടിച്ചിട്ട് ഇതെല്ലാം അമ്മയുടെ തെറ്റാന്ന് പറയുന്ന എന്തിനാ? നോക്ക് പൂർണി, ഇതൊരു കല്യാണ വീടാ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പെൺവീട്ടുകാരുടെ തലയിലേ വരൂ. ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്ന വീട്ടില് ഒരു പ്രശ്നവും വഴക്കും ഇല്ലാതെ നല്ല രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുക. നാളെ നിന്റെ കല്യാണം നടക്കുമ്പോഴും ഒരു പ്രശ്നവും ഇല്ലാതെ, ഒരു വഴക്കുകളും ഇല്ലാതെ നല്ല രീതിയിൽ നടക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹവും. നമ്മൾ കാരണം ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവരുത്. നമ്മളിവിടെ ഒരു ജോലിക്ക് വേണ്ടിയാ വന്നിരിക്കുന്നേ, പൈസക്ക് വേണ്ടിയാ വന്നിരിക്കുന്നേ. അത് തീർത്തിട്ട് നമുക്ക് പോവാം, വേറൊന്നും വേണ്ട. അമ്മ, ഞാനിത് ഗീതയോട് പറയാൻ പോവാ. പൂർണി, നീ അവളോട് പറയാൻ പാടില്ല. എന്നെ തൊട്ട് സത്യം ചെയ്യും. അമ്മ, നീ വന്നേ. അമ്മ, എടാ, ഞാൻ നിന്നോട് അപേക്ഷിക്കുക, ഈ ലാസ്റ്റ് മിനിറ്റിൽ നീ ഇങ്ങനെ ചെയ്യല്ലേ, എന്നെ കുഴപ്പിക്കല്ലേ. വേഗം വാ. ഈ അവസാന നിമിഷത്തില് ഈ ടെഡി ബിയറിന്റെ വേഷം കെട്ടാൻ ഞാൻ ആരെ പോയി വിളിക്കാനാ? ഡാ. അയ്യോ, ഞാനിനി എന്ത് ചെയ്യാനാ? എന്തു പറ്റി? എന്താ പ്രശ്നം? ഒന്നുമില്ല മോളെ, എന്റെ കഷ്ടപ്പാടൊക്കെ ആരോട് പറയാനാ? ഈ കല്യാണത്തിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാനാ ചെയ്യുന്നത്. ഈ ഡ്രസ് ഇട്ടോളാന്ന് പറഞ്ഞ പയ്യൻ ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചപ്പോ പറയാ വരില്ലാന്ന്. ഇവിടെ ഉള്ളവരാണെങ്കിൽ പറഞ്ഞ കാര്യം ചെയ്തില്ലേല് എന്റെ പേയ്മെന്റ് മുഴുവൻ തരൂലെന്നാ പറയുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ ഡ്രസ് ഇട്ടിട്ട് എത്ര നേരം നിൽക്കണം? എത്ര നേരമെന്നോ? 1 മണിക്കൂർ. ആരെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. ഈ ഡ്രസ് ഇടാൻ ആര് വരാനാ മോളെ? എത്ര കാശ് കിട്ടും? 1000 രൂപ കൊടുക്കാം. ആരെങ്കിലും ഉണ്ടോ? ആ, ഒരാളുണ്ട്. ആരാന്നൊന്ന് പറ, മോൾക്കൊരു പുണ്യം കിട്ടും. ഞാൻ തന്നെ. മോളോ? എന്താ, ഞാൻ ഈ ഡ്രസ് ഇട്ട എന്താ കുഴപ്പം? ഞാൻ അതല്ല ഉദ്ദേശിച്ച മോളെ. ഈ ഡ്രസ് ഇട്ട് കഴിഞ്ഞാ ദേഹത്തൊക്കെ ആകെ ചൂടായിരിക്കും മോളെ. വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് സാരില്ല, 1000 രൂപ കിട്ടുമല്ലോ അല്ലേ? തരാം മോളെ. ശരി, ആ ഡ്രസ് ഇങ്ങോട്ട് തന്നോ. എന്നാ പിടിച്ചോ. ഇന്നാ മോളെ പൈസ. താങ്ക്സ് ചേട്ടാ. ഇപ്പൊ തന്നെ ഈ ഡ്രസ് ഇട്ടിട്ട് വരാം. ആ. നീ പറഞ്ഞത് ശരിയാടാ. നമ്മളിങ്ങനെ തമാശ പറയുള്ളൂ. അതിങ്ങനെ നീയല്ല എന്റെ കൂടെ നടക്കുന്ന. എടാ, ഇത്രയും നേരം ഇവിടെ ബൊമ്മ ഇല്ലായിരുന്നല്ലോ, ഇതിപ്പോ എവിടുന്ന് വന്നു? അതേടാ,
ബൊമ്മയ്ക്ക് നല്ല ഭംഗിയുണ്ടല്ലോ. ആ എടാ ബൊമ്മയുടെ കൂടെ ഒരു സെൽഫി എടുക്കാം. ആ എടാ അല്ലെങ്കിൽ സെൽഫി ഒന്നും വേണ്ട, നീ ഒരു ഫോട്ടോ എടുക്ക്. ആ, എടുക്ക. ശരി. എന്താ ടെഡി ബിയറെ, ഒരു ഷേക്ക് താ. എടാ ബാലാജി, നീ ഒരെണ്ണം കൂടെ എടുക്ക്. ആ ആ, എടാ ഒരെണ്ണം കൂടെ. ആ, കൈ വെക്കടാ. അല്ല എന്താ എന്തു പറ്റി? എന്തിനാ നീ എന്റെ കൈ തട്ടുന്നേ? ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോവാന്നേ. എനിക്ക് ചെറുപ്പകാലം മുതൽ ടെഡി ബിയറിനെ ഒരുപാട് ഇഷ്ടമാണ്. എടുക്കട ബാലാജി. ആ സൂപ്പറാടാ ഗോവിന്ദ. ആ പോസ് കൊള്ളാം. എടാ ആ. ഒരെണ്ണം കൂടെ എടുക്ക്. ആ. ഈ ബൊമ്മയുടെ ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ട്. നന്നായിട്ടുണ്ടല്ലോടാ. ഇത് കുറച്ചും കൂടെ അടിപൊളിയാ. എടാ ബാലാജി, ഇനി നീ ഫോട്ടോ എടുക്കാൻ വരട്ടെ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. ആ അല്ല ടെഡി ബിയറെ, ഈ ഡ്രസ്സ് എനിക്ക് തരൂ? തരുമെന്ന് ചോദിച്ചാ പെർമനന്റ് ആയിട്ട് ചോദിക്കുന്നതല്ല. ഈ ഡ്രസ്സ് എനിക്ക് ഒരു 2 മണിക്കൂർ തന്നാ മതി. വേണമെങ്കിൽ ഒരു 200-300 ഞാൻ നിനക്ക് തന്നേക്കാം. എന്ത് ചോദിച്ചാലും ഇങ്ങനെ തലയാട്ടിൽ എങ്ങനെ ശരിയാവുക? 200 രൂപ എന്ന് പറയുന്നത് നല്ല പൈസയാ. നിന്റെ ചെലവിനാവില്ലേ? ഒരു പ്രാവശ്യം ഒന്ന് താ. അങ്ങനെ പറയല്ലേ. എനിക്ക് ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. അത് വേറൊന്നുമല്ല കേട്ടോ. എനിക്ക് ഈ ഡ്രസ് ഇട്ടിട്ട് ഒരു പെണ്ണിന്റെ അടുത്തേക്ക് പോണം. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ഞാൻ പറയുന്നത് കേക്ക്. ഇതാ നോക്ക്, 300 രൂപ തരാം. ഡ്രസ് ഒരുത്താ താന്നേ. ഏയ് ഓടല്ലേ, നിക്ക്. ഏയ് ഏയ് നിക്ക്, ഓടല്ലേ. ഡ്രസ് തന്നിട്ട് പോ. ഹലോ, ഏയ് ഒന്ന് നിക്കുന്നേ. ഏയ് നിക്കാനല്ലേ പറഞ്ഞേ. ഏയ് നിക്ക്. നീ എന്താ ഈ ഡ്രസ് ഇട്ട് നിക്കുന്നേ? എന്താ അതിങ്ങോട്ട് താ. എന്താ ഇതൊക്കെ? ഈ ഡ്രസ് എന്തിനാ നീ ഇട്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തിനെങ്കിലും ആയിക്കോട്ടെ, നിനക്കെന്താ? അത് നീ ഡ്രസ് ഇട്ടിട്ട് ഇത്രയും ചൂടില് തമാശക്ക് നിൽക്കുവാണോ? അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണമുണ്ടോ അതിന്? എന്തിനായിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനു വേണ്ടിയാ. എന്ത്? പൈസക്ക് വേണ്ടിയാണോ നീ ഈ ഡ്രസ് ഇട്ട് നിൽക്കുന്നത്? അതെ, എന്റെ കുടുംബത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും സാരില്ല. ഈ പണം എനിക്ക് ആവശ്യമാണ്. എല്ലാവരും നല്ല തിരക്കിട്ട പണിയിലാണല്ലോ. എന്നാ പിന്നെ എന്റെ ജോലി തുടങ്ങിയേക്കാം. ഇതാരെ ഈ നടക്കുന്നിടത്ത് പഴത്തൊലിയിട്ടെ? അയ്യോ, ഈ പെരുങ്കളിയായ സ്ത്രീ കണ്ണി കാണുന്ന സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റുകയാണല്ലോ ഈശ്വര. പാവം, അതിന്റെ ഉടമസ്ഥരൊക്കെ എത്രമാത്രം വിഷമിക്കും. ആ മോഷ്ടിച്ച ഹാൻഡ് ബാഗില് പൈസ ഉണ്ടാവില്ലേ? ദൂരസ്ഥലത്തുനിന്ന് വന്നവരൊക്കെ തിരിച്ചെങ്ങനെയാ നാട്ടിലേക്ക് പോവാ? ഫോൺ പോലും അവിടെ വെച്ചിട്ടില്ല. ഇത് വല്ല രോഗമാണോ അതോ ശരിക്കും കള്ളിയാണോന്ന് അറിയില്ലല്ലോ. ചോദിച്ചാ രോഗമാണെന്നേ പറയും.
ദേ നോക്ക് നോക്ക് നോക്ക്, പിന്നെ മോഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുക. ഈശ്വര, ആദ്യം അവര് മോഷ്ടിച്ച സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് അതിന്റെ ഉടമസ്ഥരുടെ കയ്യിൽ തന്നെ എത്തിക്കാം. ഇതെന്താ പറ്റിയേ? ഞാനിത് ചൂണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വച്ചാണല്ലോ. ഇതിപ്പോ ആരെ ഇവിടെ നിന്ന് എടുക്കാനായിട്ട്? എന്റെ കയ്യിൽ കിട്ടിയത് ഇതുവരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടേയില്ല. പിന്നെ ഇതെവിടെ പോവാനാ? എന്തായി ചെയ്യുന്നത്? എന്റെ പേഴ്സല്ലേ ഇത്? പ്രായമായില്ലേ? നാണമില്ലേ നിങ്ങക്ക്? ഇപ്പോഴും മോഷ്ടിക്കണോ? അയ്യോ, ഇത് ഞാനല്ല മോഷ്ടിച്ചേ. ഞാനിത് അങ്ങനെ അങ്ങോട്ട് ചോദിക്ക. ഇത്രയും പ്രായമായെന്ന് പറഞ്ഞിട്ട് എന്താ? മോഷ്ടിക്കലല്ലേ ജോലി. ഇതുപോലത്തെ ആളുകൾ ഉണ്ടെങ്കിലേ നമ്മൾ എങ്ങനെ സമാധാനായിട്ടിരിക്കുക? ഞാൻ ചൂണ്ടിയതൊക്കെ തിരിച്ചു കൊടുത്തിട്ടേ നല്ല പേര് സമ്പാദിക്കാന്ന് വിചാരിച്ചല്ലേ? കാണിച്ചു തരാടി. ഇതിനെയൊക്കെ പിടിച്ച് പോലീസിലേപ്പിക്കാൻ വേണ്ടേ ഇപ്പൊ തന്നെ? അങ്ങനെയൊന്നും അല്ല, ഇത് സത്യമായിട്ട് ഞാനല്ല മോഷ്ടിച്ചത്. പിന്നെ നിങ്ങളിപ്പൊ എന്താ ചെയ്തോണ്ടിരുന്നേ? അത് പിന്നെ പറയ്. മോഷ്ടിക്കാനുള്ളതൊക്കെ മോഷ്ടിച്ചിട്ടേ ഇപ്പൊ ഒന്നും ചെയ്തില്ലെന്നാണ് പറയുന്നത്. അയ്യോ വേണ്ട, എന്താ ഇവിടെ പ്രശ്നം? എന്ത് പറ്റി? ഞാനല്ല എന്താ ചെയ്തത്. problem? ഞാൻ ഈ ചെയ്തിട്ടില്ല. പ്രായമായ സ്ത്രീ ഉണ്ടല്ലോ, ഈ ഇരിക്കുന്ന ആളുടെ പേഴ്സ് അടിക്കാൻ അയ്യോ, നോക്കുമായിരുന്നു. ഞാനല്ല ചെയ്തത്. ആരെങ്കിലും പോലീസിനൊന്ന് വിളിക്കേ. അയ്യോ പ്ലീസ്, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചാന്ന് തോന്നുന്നു. അത് വിട്ടേക്ക്, നിങ്ങൾ പൊക്കോ അമ്മേ. അവിടെ നിക്ക്. അതെങ്ങനെയാ പോവാൻ പറ്റുക? ഇവിടെ പിടിച്ചില്ലേ ഇപ്പൊ? അതെ, പോലീസ് വരട്ടെ ആദ്യം. ശരി, പോലീസ് ഇവിടെ വന്നു കഴിഞ്ഞാ ശരിക്കുള്ള കള്ളൻ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എങ്കിൽ നമുക്ക് വിളിച്ചാലോ? ശരി ശരി, എന്നാ വേണ്ട. എന്തായാലും സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയല്ലോ. അവര് പൊക്കോട്ടെ, നിങ്ങൾ പൊയ്ക്കോ. ഇത്രയും പ്രായമായവരല്ലേ, അതും ഇവരൊരു പെണ്ണായതുകൊണ്ട് നമുക്ക് പോലീസിൽ ഏൽപ്പിക്കണ്ട. ഇനി നിങ്ങളെ ഇവിടെ കണ്ടുപോരുത് കേട്ടോ. പിടിച്ച് പോലീസിലേൽപ്പിക്കും. പോവാൻ നോക്ക്. അമ്മേ, നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളല്ല മോഷണം ചെയ്തെന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കറിയാം, ഇപ്പൊ സംസാരിച്ചില്ലേ ഒരു വയസ്സായ സ്ത്രീ? അവര് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മോഷ്ടിച്ചപ്പോ ഞാൻ അവരെ കൈയോടെ പിടിച്ചു കൊടുത്തേ. ഇതൊക്കെ ഉറപ്പായിട്ട് അവര് തന്നെ ചെയ്ത കാര്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയോ അമ്മേ. നിങ്ങൾ ഇതൊന്നും മനസ്സിൽ വെക്കാൻ നിൽക്കണ്ട. അവരെനിക്കറിയാം. എന്റെ ചേട്ടന്റെ മോളെ അവരുടെ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത്. അങ്ങനെ ആയിട്ട് പോലും അവരോരോ സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് അത് എന്റെ തലയിലേക്ക് ആക്കാൻ നോക്കിയില്ലേ? സാരമില്ല മോളെ, നമ്മൾ എന്ത് ചെയ്യും? എന്റെ മുജ്ജന്മ പാപം ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ നല്ല മനസ്സിന് എല്ലാം നല്ലതുപോലെ നടക്കും. നല്ലത് നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ മോളുടെ സംസാരം കേൾക്കുമ്പോ മനസ്സിനൊരു സമാധാനമുണ്ട്. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി സന്തോഷത്തോടെ ജീവിക്കണം മോളെ. ഞാൻ ചെയ്യുന്നത് അയ്യോ, മുഹൂർത്തത്തിന് നേരായാലോ? ലേറ്റ് ആയാലും അമ്മ എന്തായാലും വഴക്ക് പറയും. നമസ്കാരം ചേച്ചി. വന്നാട്ടെ, ഇരിക്കും. നമ്മുടെ അമ്മേനെ കാണാനില്ലല്ലോ. കുറച്ചു നേരം ആയല്ലോ കാണാതായിട്ട്. സർവേ നടത്തുകയായിരിക്കും. കണ്ണിപ്പെടുന്നതല്ല അടിച്ചു മാറ്റേണ്ടതല്ലേ? എന്താ ഓരോന്ന് പെറുപിറുക്കുന്നേ? അതൊന്നുമില്ല. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഭദ്രമായിട്ട് എവിടെയെങ്കിലും വെച്ച് റൂം പൂട്ടി താക്കോലെടുക്കാൻ പോയതായിരിക്കും എന്നാ പറഞ്ഞേ.
അമ്മേ ഇതാ ഇവിടെ ഇരിക്കാം. ആ, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? നിന്നെ കാണാതെ ഞാൻ അവിടെയൊക്കെ നടക്കുമായിരുന്നു. നിങ്ങൾ ഞങ്ങളെ നോക്കി നടന്നോ അതോ ആരുടെയും പേഴ്സോ ചെയിനോ മൊബൈലോ തരത്തിന് കിട്ടിയാ അടിച്ചു മാറ്റാനുള്ള നടപ്പാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. വാ വാമേ വന്നിരിക്കേ. വാ 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 അമ്മേ, അങ്ങോട്ട് നീങ്ങിരുന്നേ. അമ്മ ഇരിക്കും. എവിടെ പോയി നിങ്ങളുടെ പേരക്കുട്ടികളൊക്കെ? അവര് രണ്ടുപേരും ഞാൻ റെഡിയാവുന്നതിന് മുമ്പേ റെഡിയായിട്ട് പോന്നല്ലോ. നിന്റെ അടുത്ത് ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ച്. അവരിത് എവിടെ പോയി? ഇവിടെ വന്നപ്പോ തൊട്ട് രണ്ടെണ്ണത്തിനെയും കാണുന്നേ ഇല്ലല്ലോ.